ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെസഹ വ്യാഴമാണ്. രാവിലത്തെ കാപ്പിപ്പൊടിയും എല്ലാം കഴിഞ്ഞു ഗൈസ്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. രാവിലെ ഇടിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇടിയപ്പമൊക്കെ നമ്മൾ തിന്ന് കഴിഞ്ഞ്, ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞ് തീറ്റയും കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പോകണം. മത്തങ്ങയും മുരിങ്ങക്കോലും കൂടെ ഇട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മത്തങ്ങ ഞാനൊരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ചെടയ്ക്ക് മാത്രം മതിയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കറി വെക്കാമെന്ന് ഓർത്ത്. പിന്നെ ആയിട്ട് വല്ല മീനും വല്ല മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കറി വെക്കണം. അതുകൊണ്ട് കുറച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ കറി വേസ്റ്റ് ആവണ്ടല്ലോ. അതുകൊണ്ട് മത്തങ്ങയുടെ കുരുവൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ. ഈ മത്തങ്ങയുടെ കുരുവിൻ്റെ അകത്തെ വിത്ത് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ചെറുപ്പത്തിൽ ഇങ്ങനെ നല്ല മൂത്ത മത്തങ്ങയുടെ കുരുവിൻ്റെ അകത്തെ അരി തിന്നാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് തിന്നാവുന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഉണങ്ങിയിട്ട് വേണം, അല്ലാണ്ട് നമ്മൾ തിന്നുമ്പോഴത്തേക്ക് നമ്മുടെ കൈ തെന്നി പോവും. അതുകൊണ്ട് അങ്ങനെ തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ മത്തങ്ങയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മത്തങ്ങയും മുരിങ്ങക്കോലും കൂടെ തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മത്തങ്ങയും പയറൊക്കെ ഇട്ട് വെക്കും, ഉണക്കപ്പയറൊക്കെ ഇട്ട് വെക്കും. പക്ഷേ ഞാനിന്ന് ഓർത്തുനിന്ന് ഇച്ചിരി വെറൈറ്റി പിടിച്ചേക്കാമെന്ന് ഓർത്ത്. കാരണം മുരിങ്ങക്കോൽ ഇച്ചിരി മൂത്ത് പോയതായിരുന്നു. അപ്പോൾ വന്നാൽ അതിപ്പോൾ അങ്ങ് എടുത്തില്ലെങ്കിൽ പിന്നെ ഇരിക്കും തോറും അങ്ങ് അഴുക്കായി പോയാലോ എന്ന് ഓർത്ത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് പച്ചക്കറിയിലുണ്ടായിരുന്ന മുരിങ്ങക്കോൽ അങ്ങനെ വെച്ച് ചീത്തയായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പം ഇത്തവണ മേടിച്ച മുരിങ്ങക്കോൽ അങ്ങ് ആദ്യം തന്നെ എടുത്ത് കറകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ആദ്യം അവിയൽ വെച്ചാലോ എന്ന് പ്ലാൻ ഇട്ടു. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, അവിയൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റായിപ്പോകും. കാരണം എനിക്ക് അവിയലിനോട് വലിയ താല്പര്യമില്ല. ഈ കുറേ നാളൊക്കെ കൂടി ഉണ്ടാക്കുമ്പോൾ അല്ലാണ്ട് എനിക്ക് അവിയലിനോട് വലിയ അങ്ങനെ താല്പര്യമില്ല കേട്ടോ. എനിക്ക് മോര് അങ്ങനെയുള്ള കറി, അച്ചാറുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ചാറ് വെച്ചാലും മാങ്ങാച്ചാറുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു സമാധാനത്തിലാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കോലൊക്കെ എടുത്ത് അരിയുന്നുണ്ട്. മുരിങ്ങക്കോൽ മൂത്തായതുകൊണ്ട് നമ്മുടെ കത്തി ഇച്ചിരി മൂർച്ച കുറവാണ് കേട്ടോ. എനിക്ക് മൂർച്ചയാക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ മുരിങ്ങക്കോലൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് തീയിൽ വെച്ചിട്ടോന്നേ, തീയിൽ വെച്ചു, വേവിക്കാൻ വെച്ചു. പിന്നെ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നു. അതും കൂടെ അതിലോട്ട് ഇടുന്നുണ്ട്. കറിവേപ്പില ഇടാൻ ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോന്നേ. അപ്പോൾ കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ പുറത്തൊരു 2 കറിവേപ്പില പാത്രത്തിൻ്റെ പുറത്ത് വീണായിരുന്നു ഇട്ടപ്പം. അതും കൂടെ പെറുക്കി ഇടുന്നുണ്ട്. നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അരപ്പ് അരച്ച് വെച്ചായിരുന്നു കേട്ടോ. അരപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കണേ. നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് കടുകും കൂടെ താളിച്ചൊഴിച്ച് അപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങക്കറിയൊക്കെ വെച്ചു. പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് ഓർത്ത് ചെന്നു. അപ്പോഴത്തേനും കുറേ കാക്കയൊക്കെ മുറ്റത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേസ്റ്റ് തിന്നാൻ വേണ്ടി. ഞാൻ വേസ്റ്റ് കൊണ്ട് കളഞ്ഞായിരുന്നു. അത് തിന്നാൻ വേണ്ടി വന്നതാണ് കാക്ക. കുറേ കാക്ക എന്നും വരും കേട്ടോന്നേ. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അവളെ കുളിപ്പിച്ച് ആദ്യം ഇരുത്തിയിട്ടോന്നേ. അവളെ ആദ്യം ഞാൻ കുളിപ്പിക്കും, എന്നിട്ടേ ഞാൻ കുളിക്കത്തുള്ളൂ. അല്ലേ പിന്നെ എൻ്റെ മേല് നനയും. ഞാൻ കുളിച്ചിട്ട് കുളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മേല് നനയും. ആദ്യമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കയറുമായിരുന്നു കേട്ടോ. ഇവൾ കുഞ്ഞായിരുന്നപ്പം ഒരുമിച്ച് കുളിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ കയറില്ല കേട്ടോ. ഇപ്പോൾ അവളെ കുളിപ്പിച്ചിരുത്തിയതിന് ശേഷം ഞാൻ കയറാറുള്ളൂ. കുളിച്ച് ചെറിയൊരു മേക്കപ്പ് പറയാനൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് പൗഡർ ഇട്ടു, പിന്നെ ഒരു സിന്ദൂരം തൊട്ടു. അപ്പോൾ അതൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചേട്ടായി ചിലപ്പോൾ മീൻ കൊണ്ടുവന്നാൽ അത് വറുക്കണം. പറഞ്ഞ പോലെ തന്നെ ചേട്ടായി മീൻ കൊണ്ടുവന്നു കേട്ടോന്നേ. നമ്മുടെ തിരിയാനാണ് മീൻ കൊണ്ടുവന്ന്. മീൻ കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ബാക്കി നമുക്ക് വറക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വെക്കാൻ ഇഞ്ചി ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി മേടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി വൈകുന്നേരം മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ കറി വെക്കാനുള്ള ഞാൻ എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. മീനൊക്കെ വറുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. 6 കേട്ടോ വറക്കാൻ എടുത്തുള്ളൂ. ബാക്കി ഞാൻ കറി വെക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. നല്ല സൂപ്പർ വെയിലാണ് കേട്ടോ. കരി വെയിലാണ് പുറത്ത്. അപ്പോൾ മീനൊക്കെ വറുത്ത് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. അവൾ ഇച്ചിരി നേരം ഉറക്കാൻ വേണ്ടിയിട്ട് കയറി കിടത്തിയിട്ടോ. അവൾ തിന്നുന്നത് എന്നാന്ന് വെച്ചാൽ ക്യാഷ്യൂനട്ടാണ് കേട്ടോ.